അമേരിക്കയുടെ തീരുവ പ്രഹരത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ത്യ ചൈന വ്യാപാര ബന്ധം ശക്തമാക്കുന്നത് ചർച്ചയാകും. 7 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഈ വാർത്ത. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ബഹുധ്രുവ ഏഷ്യയ്ക്കും ലോകത്തിനും ഏറെ നിർണായകമാണ് ഈ ഒരു സന്ദർശനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ചൈനയിലേക്ക് പുറപ്പെടും മുമ്പ് ജപ്പാൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അത്രത്തോളം ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്താൻ ഇരിക്കുന്നത്. ഇന്ന് ചൈനീസ് സമയം ഉച്ചയോടെ, ഇന്ത്യൻ സമയം ഏതാണ്ട് 10 മണിയോടെ ഈ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത്. പ്രത്യേകിച്ച് ഗാൽവൻ സംഘർഷത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിരുന്നു. തുടർന്ന് സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടത്തുകയും ഈ ബന്ധം മെച്ചപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കും നടപടികളിലേക്കും കടക്കുകയും ചെയ്തത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ചൈനയിൽ എത്തിയിരിക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷം മെച്ചപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായി മാറുന്നത് അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഒരു ധ്രുവീകരണം ഏഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെടുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾക്കിടെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ചൈനയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങളും നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുക, വ്യാപാര ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു സന്ദർശനത്തിനിടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതും. ഈ പ്രധാനമായും ജപ്പാനിലെ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നത്. ജപ്പാനുമായി ഒട്ടേറെ മേഖലകളിൽ സാങ്കേതിക വിദ്യ അടക്കമുള്ള ഒട്ടേറെ മേഖലകളിൽ സഹകരണത്തിന് തീരുമാനമെടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഉച്ചകോടിക്കിടെ തന്നെ വിവിധ ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തുന്നുണ്ട്. പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതും നിർണായകമാണ്. എന്തായാലും ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ചൈനീസ് സമയം ഉച്ചയോടെ നടക്കാനിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.